السلام عليكم ورحمة الله. الحمد لله، صلى الله وسلم على سيد المرسلين وعلى آله وصحبه أجمعين. أما بعد. ഇമാം ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാ നല്ല ഒരു കൂട്ടുകെട്ടിൽ, നല്ല ഒരു സുഹറുൽ വലയത്തിൽ എത്തിപ്പെട്ടാലുള്ള ഗുണങ്ങളെക്കുറിച്ച് എണ്ണിപ്പറഞ്ഞു. തഹവ്വുലുക മിന ശക്ക് ഇലൽ യഖീൻ, ഷക്കിൽ നിന്ന് യഖീനിലേക്ക് നിന്നെ മാറ്റാൻ നല്ല കൂട്ടുകെട്ടിന് സാധിക്കും. ഷക്ക് എന്ന് പറഞ്ഞാൽ സംശയമാണ്, യഖീൻ എന്ന് പറഞ്ഞാൽ ഉറപ്പാണ്, സംശയമില്ലാത്ത ഉറപ്പ്. വമിന റിയാ ഇലൽ ഇഖ്ലാസ്, റിയായിൽ നിന്ന് ഇഖ്ലാസിലേക്ക് നിന്നെ എത്തിക്കാൻ, നിന്നെ മാറ്റാൻ. റിയാ ലോകമാന്യതയാണ്, മാന്യതയ്ക്ക് വേണ്ടി കാര്യങ്ങൾ ചെയ്യലാണ്. ഇഖ്ലാസ് അള്ളാഹുവിൻ്റെ തൃപ്തി മാത്രം ഉദ്ദേശിച്ചുകൊണ്ട് കാര്യങ്ങൾ ചെയ്യലാണ്. വമിനൽ ഗഫ്ലതി ഇല ദിക്രി, അശ്രദ്ധയിൽ നിന്ന് പൂർണ്ണമായ ശ്രദ്ധയിലേക്ക് നിന്നെ എത്തിക്കും. ഗഫ്ലത്ത് നമ്മെ നശിപ്പിച്ചു കളയുന്ന പൂർണ്ണമായ അശ്രദ്ധയാണ്. അള്ളാഹുവിനെക്കുറിച്ചുള്ള, അള്ളാഹുവിൻ്റെ ആയാത്തുകളെക്കുറിച്ചുള്ള, ദിക്റിനെക്കുറിച്ചുള്ള അശ്രദ്ധ. അതിൽ നിന്ന് ഇതൊന്നുമില്ലാതെ സമ്പൂർണമായ അള്ളാഹുവിനെക്കുറിച്ചുള്ള സമ്പൂർണമായ ബോധത്തിലേക്ക്, ഓർമ്മകളിലേക്ക് നമ്മളെ എത്തിക്കും. വമിനൽ കിബിർ ഇല തവാദു, കിബറിൽ നിന്ന് തവാദുഇലേക്ക്. കിബർ നമുക്കറിയാം അഹങ്കാരമാണ്, അഹന്തയാണ്, ഞാനെന്ന ഭാവമാണ്. തവാദു വിനയമാണ്, വിട്ടുവീഴ്ചയാണ്, ഞാനൊന്നുമല്ല എന്ന തോന്നലാണ്. വമിൻ സൂഇൻ നിയ്യതി ഇലൻ നസീഹ, ചീത്ത വിചാരങ്ങളിൽ നിന്ന് നസീഹത്തിലേക്ക്. നസീഹത്ത് മറ്റൊരാളെക്കുറിച്ച് ചീത്ത വിചാരിക്കുന്നില്ലെന്ന് മാത്രമല്ല, അദ്ദേഹത്തിന് ഗുണം ആഗ്രഹിക്കലാണ് നസീഹത്ത്. സൂഉൻ നിയ്യത്ത് വളരെ ചീത്തയാണ്, മോശമാണ്. ഒരുപാട് സ്ഥലങ്ങളിൽ അല്ലാഹു തആല അത് വിശദീകരിച്ചിട്ടുണ്ട്. നസീഹത്താകട്ടെ നമ്മളോട് കൽപ്പിക്കപ്പെട്ടതുമാണ്. വമിന റഗ്ബതി ഫി ദുനിയ ഇല റഗ്ബതി ഫിൽ ആഖിറ, ദുനിയാവിനോടുള്ള ആഗ്രഹത്തിൽ നിന്ന് ആഖിറത്തിനോടുള്ള ആഗ്രഹത്തിലേക്ക്. ദുനിയാവിനോടുള്ള റഗ്ബത്ത് ആഗ്രഹമാണ്, ആഗ്രഹത്തിൽ നിന്ന് ആഖിറത്തിനോടുള്ള ആഗ്രഹത്തിലേക്ക് നമ്മളെ മാറ്റും. നല്ല ഗെറ്റുഗദറുകൾ, നല്ല കൂട്ടുകെട്ടുകൾ. സഹോദരങ്ങളെ, ഇവിടെ 7 കാര്യങ്ങൾ എണ്ണിപ്പറഞ്ഞു അദ്ദേഹം. 6 കാര്യങ്ങൾ എണ്ണിപ്പറഞ്ഞു. ഒന്നാമത്തേത്, നല്ല കൂട്ടുകെട്ട് കൊണ്ട് കിട്ടുന്ന കാര്യങ്ങൾ. ഷക്കിൽ നിന്ന് യഖീനിലേക്ക് നമ്മളെത്തും. ദീനിനെക്കുറിച്ച്, നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങളെക്കുറിച്ച്, പരലോകത്തെക്കുറിച്ച്, അള്ളാഹുവിനെക്കുറിച്ച്, മരണത്തെക്കുറിച്ച്, മരണാനന്തര ജീവിതത്തെക്കുറിച്ച്, ഇതൊക്കെ ഷക്കിലാണ് പലരും. അതിൽ നിന്ന് യഖീനിലേക്ക് എത്തണം നമുക്ക്. രണ്ടാമത്തേത് റിയാ ആണ്. നമുക്കറിയാം, നമ്മളെ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന വല്ലാത്ത ഒരു വൈറസാണ്. ഈ കൊറോണ വൈറസിനേക്കാൾ ഭീകരമാണ് റിയാഇൻ്റെ വൈറസ്. അതിൽ നിന്ന് ഇഖ്ലാസിലേക്ക്, പൂർണ്ണമായ ഇബാദത്തിലുള്ള പൂർണ്ണമായ ആരോഗ്യമാണ് സഹോദരങ്ങളെ ഇഖ്ലാസ് എന്ന് പറയുന്നത്. ഗഫ്ലത്തിൽ നിന്ന് ദിക്റിലേക്ക്. സുഹൃത്തുക്കളെ, വലാ തകുൻ മിനൽ ഗാഫിലീൻ, അല്ലാഹുവിൻ്റെ കൽപ്പനയാണ്. നിങ്ങൾ ഗാഫിലുകളാകരുത്, ഗാഫിലുകളിൽ പെട്ടുപോകരുത്. നമുക്ക് കിട്ടേണ്ടത് എപ്പോഴും ഉദ്കുറുല്ലാഹ ദിക്റൻ കസീറൻ, ധാരാളമായി അള്ളാഹുവിനെ ഓർക്കുന്നവരാകണം. നാലാമത്തേത്, കിബറിൽ നിന്ന് വിനയത്തിലേക്ക് എത്തുകയാണ്. കിബർ നമ്മളെ എല്ലാറ്റിൽ നിന്നും തടയും സഹോദരങ്ങളെ. വിശേഷിച്ചും സ്വർഗത്തിലേക്ക് നമുക്കെത്താൻ കഴിയില്ല. നാളെന്തിനാണ് കിബർ? നിങ്ങൾ ആലോചിച്ച് നോക്കൂ. നമ്മളടുത്തൊന്നുമില്ലല്ലോ, ഒന്നുമില്ലല്ലോ. ഒരു പനി വന്നാൽ തീരാവുന്നതേ ഉള്ളൂ. പിന്നെ എന്തേ?
മാറണ്ടേ? വലിയ ഗുരുതരമാണ് സഹോദരങ്ങളെ. അഞ്ചാമത്തേത് സുഉന്നയ്യത്തിൽ നിന്ന് നസീഹത്തിലേക്കാണ്. ഞാൻ പറഞ്ഞു, സുഉന്നയ്യത്തിൻ്റെ നേരെ വിപരീതമാണ് നസീഹത്ത്. സുഉന്നയ്യത്ത് നമ്മളൊരാളെക്കുറിച്ച് ചെയ്ത വിചാരിക്കുക. ഒരുപാട് സ്ഥലത്ത് അള്ളാഹു റസൂലും പറഞ്ഞൊരു കാര്യം പാടില്ല പാടില്ല പാടില്ല. പക്ഷേ നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെ വരികയാണ്. ചീത്തയെ നമ്മൾ വിചാരിക്കുന്ന ഒരാളെക്കുറിച്ച് പാടില്ല. നമുക്ക് അദ്ദേഹത്തെക്കുറിച്ച് നസീഹത്ത് ചിന്തിക്കാനാവണം. അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. ഒരാൾക്ക് ഗുണം പ്രതീക്ഷിക്കാനാവണം. സഹോദരങ്ങളെ, ദുനിയാവിനോടുള്ള ആഗ്രഹത്തിൽ നിന്ന് ആഖിറത്തിനോടുള്ള ആഗ്രഹത്തിലേക്ക് മാറും. ഇതാണ് അവസാനത്തേത്. സഹോദരങ്ങളെ, നമ്മുടെ തദബ്ബുറുൽ ഖുർആൻ്റെ ഈ ഗെറ്റ് ടുഗദർ യഥാർത്ഥത്തിൽ നമ്മളെ എത്തിക്കേണ്ടത് ഒരു കേവലം ഗ്രൂപ്പ് മെമ്പേഴ്സ് എന്നതിലേക്കല്ല, മറിച്ച് ഈ ഒരു ചിന്തയിലേക്കായിരിക്കണം. അങ്ങനെ മാറാനും നന്നാവാനും അള്ളാഹു നമുക്കൊക്കെ തൗഫീഖ് നൽകുമാറാകട്ടെ. നമ്മുടെ സഹോദരൻ, പ്രിയപ്പെട്ട സഹോദരൻ ഷാൻബായിക്ക് അള്ളാഹു തആല എത്രയും പെട്ടെന്ന് ആഫിയത്ത് നൽകുമാറാകട്ടെ. അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനും മക്കൾക്കുമൊക്കെ അള്ളാഹു തആല ആശ്വാസം നൽകുമാറാകട്ടെ. അള്ളാഹു നമുക്കെല്ലാവർക്കും നമ്മുടെ ഈ ഗ്രൂപ്പിൽ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഒക്കെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരുപാട് സഹോദരികളുണ്ട്. അള്ളാഹു തആല എല്ലാവർക്കും ആശ്വാസം നൽകുമാറാകട്ടെ. അള്ളാഹു തആല എല്ലാവർക്കും ഈ ഒരു മാറ്റം ഗ്രൂപ്പിൽ ചേർന്നു എന്നതുകൊണ്ട് ഇമാം ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാ പറഞ്ഞ ഈ 5-6 മാറ്റങ്ങൾ എല്ലാവരും പരിശോധിക്കാൻ നമുക്ക് കിട്ടിയിട്ടുണ്ടോയെന്ന് പരിപൂർണമായി കിട്ടുന്നവരിൽ അള്ളാഹു നമ്മയൊക്കെ ഉൾപ്പെടുത്തുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.